Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. അങ്കമാലിയിൽ വീടിനു തീപിടിച്ച് 4 പേർ മരിച്ചു. അങ്കമാലി മുനിസിപ്പാലിറ്റി 4-ാം വാർഡിൽ പറക്കുളം റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഇരുനില വീടിന്റെ മുറിയിലും ഹാളിലുമാണ് തീ പടർന്നു പിടിച്ചത്. ശനിയാഴ്ച വെളുപ്പിന് 5:20ഓടെയാണ് സംഭവം ഉണ്ടായത്. അയ്യമ്പള്ളി വീട്ടിൽ ബിനീഷ് കുര്യൻ, ഭാര്യ അനുമോൾ മാത്യു, ഇരുവരുടെയും മക്കളായ ജോവാന ബി കുര്യൻ, ജസ്റ്റിൻ ബി കുര്യൻ എന്നിവരാണ് മരിച്ചത്. കത്തിക്കൊണ്ടിരിക്കുക, മുകളിലെ നില മൊത്തമായിട്ട് കത്തിക്കൊണ്ടിരിക്കുക. ഞാനപ്പോൾ വണ്ടി അവിടെ നിർത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് അങ്ങോട്ട് ഒരു അമ്മയുടെ നിലവിളി കേൾക്കുന്നുണ്ട്. എന്താ സംഭവം? തൊട്ടാഴെ ആയിരിക്കുന്ന ജ്യേഷ്ഠനെ വിളിച്ചു. പുള്ളി കൂടി വന്നു. പുള്ളി നേരെ പോയി നോക്കുമ്പോൾ ഡോറ് തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ ഡോറ് തുറക്കാൻ പറ്റുന്നില്ല. ഡോറ് അത്രയേറെ ബ്ലോക്കായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിന് പണിക്കാരവിടെയുണ്ട്. അമ്മ എനിക്ക് പറഞ്ഞാൽ 4 മണിക്ക് പ്രാർത്ഥിക്കാൻ എനിക്ക് പറയുന്നത്. ആ എനിക്ക് സമയത്ത് പുള്ളി അരയമ്മ കിടക്കുന്ന തുണികൾക്കായിട്ട് തീ പിടിക്കുന്നത് കണ്ടിട്ട് പുള്ളി തന്നെ പണിക്കാരനെ വിളിച്ചു. ആ പണിക്കാരനെ വിളിച്ച് അവനും കൂടി വന്നിട്ട് അവൻ കുറച്ച് നേരം പുറത്തുനിന്ന് ആരും വിളിച്ചെന്ന് പറഞ്ഞു. ഇവരായ എല്ലാവരും ഉറക്കത്തിലാണല്ലോ. അതിനുശേഷം അവൻ കൂടി വെള്ളം കോരി വെച്ച് കുറേ വെള്ളം അപ്പുറത്ത് ബാക്ക് സൈഡിലാണ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഡോറ് എങ്ങനെയോ ഫുൾ ബ്ലോക്കാണ്. ഡോറ് തുറക്കാൻ പിന്നെ അത് മാത്രമല്ല, ഇവർക്ക് ആർക്കും ഡോറ് തുറക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അകത്ത്. ഇത് നമ്മളുടെ കാഴ്ചപ്പാടിൽ ഇതിൽ ഇടിവെട്ടോ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു പക്ഷേ ഫോൺ കത്തുപിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിലും തീപിടുത്തമുണ്ടാകാൻ കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. നമ്മളത് കാണുമ്പോൾ നമുക്ക് പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാകുന്നതാണ്. പക്ഷേ കൃത്യമായിട്ടുള്ള ഫോറൻസിക് പരിശോധനയിൽ മാത്രമേ എന്താണ് അതിൻ്റെ കാരണം എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. ഷോർട്ട് സർക്യൂട്ടാണ് എന്ന് പോലീസിൻ്റെ ഒരു പ്രാഥമിക പരിശോധനയിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് കൃത്യമായിട്ടുള്ള പരിശോധനയിൽ മാത്രമേ, വിദഗ്ധമായിട്ടുള്ള പരിശോധനയിൽ മാത്രമേ അതിൻ്റെ യഥാർത്ഥ കാരണം, തീപിടുത്തത്തിൻ്റെ കാരണം നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. എന്തായാലും ആ മുറിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു തീപിടുത്തമാണെന്നാണ് പോലീസ് പ്രാഥമികമായിട്ട് പറയുന്നത്. കാരണം പുറമേ ഒന്നും പിടിച്ചിട്ടില്ല, അതിൻ്റേതായിട്ടുള്ള യാതൊരു സാധ്യതകളും നിലവിൽ കാണുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് മുറിക്കകത്ത് ഈ തീപിടുത്തം ഉണ്ടായതെന്ന് കൃത്യമായിട്ട് അന്വേഷിച്ച് പരിശോധിച്ച് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. രാവിലെ നടക്കാനിറങ്ങിയ ആളുകളാണ് വീടിന്റെ മുകളിലെ നിലയിൽ തീ കണ്ടത്. ഇതേ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രാഥമികമായിട്ട് വീടിൻ്റെ ഒരു മുറിയിൽ മാത്രം ലോക്കലൈസ് ഒരു ഫയർ ഉണ്ടായിരുന്നു. അതിൽ 4 പേർ മരിച്ചു. സോ വിശദമായ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തതിന് ശേഷം മാത്രം കൂടുതൽ അഭിപ്രായം പറയാൻ പറ്റും. ഇപ്പോൾ സയൻറ്റിഫിക് എക്സ്പേർട്സ് പിന്നെ ഫോറൻസിക് എക്സ്പേർട്സിൻ്റെ പരിശോധനയ്ക്ക് ശേഷം മാത്രം കൂടുതൽ അഭിപ്രായം പറയാം. പ്രാഥമികമായിട്ട് ഒരു വളരെ ലോക്കലൈസ് ഒരു ഫയർ പോലെയായിരുന്നു എനിക്ക് തോന്നുന്നത്.